പശ്ചിമേഷ്യ യുദ്ധത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ കൂടുതൽ ഇന്ത്യക്കാരെ ഇന്ന് നാട്ടിലെത്തിക്കും. ജിദ്ദയിൽ നിന്നും മസ്കറ്റിൽ നിന്നുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തും. പശ്ചിമേഷ്യയിലെ പലയിടങ്ങളിലും വ്യോമപാത അടച്ചതിനാൽ ഫ്ലൈറ്റ് സർവീസുകൾ ഈ മാസം 10 വരെ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. ഇന്നലെ മാത്രം 281 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബിൾ, വിമാന സർവീസുകൾ ഒരു ഭാഗത്ത് റദ്ദാക്കുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നു. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉള്ളത് വലിയ ആശ്വാസകരമാണ്. ഇന്ന് എത്ര സർവീസുകളാണ് ഉള്ളത്? എത്ര പേരാണ് ഇന്ന് നാട്ടിലെത്തുന്നത്? ഇന്നിപ്പോൾ 200-ലധികം സർവീസുകൾ ഉണ്ടാകും എന്നാണ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇന്നലെ 281 സർവീസുകൾ നടത്തിയിരുന്നു. പ്രധാനമായും ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ കൂടുതൽ സർവീസ് നടത്തും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പശ്ചിമേഷ്യൻ കലാശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് മടങ്ങിയെത്താനുള്ള ഏറ്റവും പുതിയ അവസരമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചതോടെ സാധ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വിമാന കമ്പനികൾ പ്രത്യേകിച്ച് ഇന്നലെ സ്പൈസ് ജെറ്റ് ആണെങ്കിൽ പോലും കൂടുതൽ സർവീസുകൾ നടത്തിയിരുന്നു. ഇൻഡിഗോ സർവീസുകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആകാശ എയർ അടക്കമുള്ള സർവീസുകളും ഉണ്ടായിരുന്നു. ഒപ്പം മറ്റ് ഗൾഫ് കൺട്രികളിലെ അവിടുത്തെ വിമാന സർവീസുകളും പുനരാരംഭിച്ച സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് മടങ്ങിയെത്താൻ ഉള്ള അവസരം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും വിമാന കമ്പനികൾ അറിയിക്കുന്നത്. സാഹചര്യം നോക്കി കൂടുതൽ വിമാനങ്ങൾ ആവശ്യമെങ്കിൽ ഒരുക്കും എന്നും വിമാന കമ്പനികൾ അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ പോകുന്ന പുതിയ വിമാനങ്ങളുടെ ഒരു കണക്കുകൾ എയർ ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെയാണെങ്കിൽ ജിദ്ദയിലേക്ക് അടക്കം 3 വിമാനങ്ങൾ സർവീസുകൾ ജിദ്ദയിലേക്കും ഒപ്പം തിരിച്ചും ഉണ്ടാകും എന്ന കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കണക്ക് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും പരമാവധി സർവീസുകൾ നടത്തിക്കൊണ്ട് യാത്രക്കാർക്ക് മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകാതെ അവരെ മടക്കിയെത്തിക്കാനുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ 281 സർവീസുകൾ നടത്തി എന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ് എന്ന് കമ്പനികളും വ്യക്തമാക്കുന്നു. കാരണം സർവീസുകൾ കൂടുതൽ ആരംഭിക്കാൻ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം 58ഉം 60 സർവീസ് മാത്രമാണ് നടത്താൻ കഴിഞ്ഞത്. അവിടെ നിന്ന് 281ലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്ന് പറയുന്ന സാഹചര്യം കൂടുതൽ അനുകൂലമാകുകയാണ് എന്ന വിലയിരുത്തൽ കൂടിയാണ് കമ്പനികൾക്ക് ഈ ഘട്ടത്തിൽ ഉള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ വിമാന സർവീസുകൾ ഇന്നും ഉണ്ടാകും എന്നാണ് കമ്പനികൾ വ്യക്തമാക്കുന്നത്. ഒപ്പം DGCAയും ഒപ്പം കേന്ദ്ര സർക്കാരും കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ സുഗമമായ വ്യോമപാതകൾ കിട്ടുന്ന പുറകെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ. ഇത് കൂടുതൽ ഇന്ത്യക്കാർക്ക് ഇവിടെ എത്താൻ തിരിച്ച് അങ്ങോട്ട് പോകുവാൻ ഗൾഫിലേക്ക് പോകുന്ന ആളുകൾക്ക് അങ്ങോട്ട് മടങ്ങാനുള്ള അവസരവുമാണ് ഒരുക്കിയിരിക്കുന്നത്. ശരി, എന്തായാലും ആശ്വാസകരമാണത്. കൂടുതൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.